നമസ്കാരം, എൻ്റെ പേര് ദാസ്. ഇന്ന് ഞാനിപ്പോൾ മിത്രാസ്ട്രോ അക്കാദമിയിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂര്യൻ അല്ലേ, അതായത് നമ്മൾ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ലഗ്നത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ചന്ദ്രന്റെ തത്വം പറഞ്ഞു, ലഗ്നത്തിന്റെ തത്വം പറഞ്ഞു. ഇനി വരുന്ന മൂന്നാമത്തെ തത്വമാണ് സൂര്യൻ. ഓക്കെ, അപ്പോൾ സൂര്യന്റെ തത്വം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചന്ദ്രൻ മനസ്സാണ്, അമ്മയാണ്, അമ്മയുടെ DNA ആണ്. ലഗ്നം എന്ന് പറയുന്ന ആത്മാവാണ് അല്ലേ, ആത്മാവ് വന്ന വഴി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സൂര്യൻ എടുക്കുമ്പോൾ എന്താ, അച്ഛനാണ്, അച്ഛൻ്റെ DNA ആണ്, അച്ഛൻ്റെ തറവാടുമായി കണക്ഷൻ ഉണ്ട്. നമ്മുടെ ശരീരം ഈ സൂര്യൻ്റെ കണക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൂര്യൻ, അതായത് ഈ സൂര്യൻ ഇരിക്കുന്ന നക്ഷത്രം, എല്ലാ ഗ്രഹങ്ങളും ഒരു നക്ഷത്രത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ സൂര്യനും ഒരു നക്ഷത്രത്തിൽ ഇരിക്കുന്നത്. ഇവിടെ മകമാണ് വരുന്നത്. അപ്പം ഈ മകം നക്ഷത്രവും ഈ മകം നക്ഷത്രത്തിൻ്റെ കർമ്മ ചന്ദ്രൻ്റെ കർമ്മയും എന്തുണ്ടാവും, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചന്ദ്രന്റെ കർമ്മയായതുകൊണ്ട് ഈ സൂര്യൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് ഫുഡ് അതായത് ഹെൽത്തി ഫുഡുകൾ, ശരീരമല്ല സൂര്യൻ ശരീരമായതുകൊണ്ട് ഹെൽത്തി ഫുഡുകളോട് ഇൻട്രസ്റ്റ് കൂടുതൽ, ആവാൻ സാധ്യത കൂടുതല. അതുപോലെ ഇവിടെ സൂര്യനല്ലേ ഇരിക്കുന്നത്, അത് ചിങ്ങല്ലേ, ഈ ചിങ്ങത്തിൽ സൂര്യന്റെ റേഡിയേഷനുള്ള കളിയാണല്ലേ. അപ്പം എന്തുണ്ടാവും, ഈ വ്യക്തിക്ക് എന്താ പറയുക, നല്ല ഹെൽത്തി ശരീരം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ മേ ബി ചിലപ്പോൾ അത് നമ്മൾ ശരീരത്തെക്കുറിച്ച് നോക്കാൻ കുറച്ച് വേറെ ഘടകങ്ങൾ കൂടി ഉണ്ട്. എന്നിരുന്നാൽ പോലും സൂര്യന്റെ കളിയിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് മെലിയ, അതായത് അധികം തടിയില്ല എന്നാൽ ഒട്ടും തടി കുറവില്ല, ഒരു മീഡിയം, എന്നാൽ കുറച്ച് മെലിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഉയരം കൂടി മെലിഞ്ഞിട്ടുള്ളൊരു ശരീരപ്രകൃതി ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സൂര്യന്റെ തത്വം എന്താ, നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുമ്പോൾ 3 തത്വങ്ങളും വേണം. ചന്ദ്രൻ വേണം, ലഗ്നം വേണം, സൂര്യൻ വേണം അല്ലെ. അപ്പൊ സൂര്യൻ വരുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ ആത്മകാരകൻ എന്നും പറയും, അതങ്ങനെ തന്നെയാണ്. ആത്മാവിന്റെ കാരകത്വം ഉണ്ട്. നമ്മുടെ തീരപ്രകാരം ആത്മാവിന്റെ കാരകത്വം റേഡിയേഷൻ കൊടുത്തുകൊണ്ട് ലഗ്നത്തിനാണ്. സൂര്യൻ വരുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ബോഡിക്ക് പുറത്ത് നടക്കുന്ന, അതായത് നമ്മുടെ ശരീരം അനക്കുക അങ്ങനത്തെ കാര്യമില്ലേ, ബോഡിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ റേഡിയേഷനൊക്കെ സൂര്യനാണ്. അപ്പോൾ ലഗ്നം വരുന്നത് ബോഡിക്കുള്ളിൽ നടക്കുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ലഗ്നമാണ്. ചന്ദ്രനോ മനസ്സുമായി ബന്ധപ്പെട്ട് അല്ലേ, നമ്മുടെ ചിന്ത കാര്യങ്ങളൊക്കെ മനസ്സ്, ചന്ദ്രൻ. അങ്ങനെ ഈ 3 തത്വങ്ങളുമായി ആണ് നമ്മൾ ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ 3 തത്വങ്ങൾ ഇരിക്കുന്ന നക്ഷത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇതും നമ്മുടെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് 100% വർക്ക് ചെയ്യും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 33.3%, ഇവിടെ 33.3%, ഇവിടെ 33.3%, അങ്ങനെ 100% ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ലഗ്നതത്വമായിരുന്നു. ഇനി അടുത്ത സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.